നമസ്കാരം. സംസാരിക്കുന്നത് വ്യത്യസ്തൻ. ആണവായുധ വിവേചനത്തെക്കുറിച്ചുള്ള വ്യത്യസ്തൻ്റെ സമീപനമാണ് പറയാൻ പോകുന്നത്. എല്ലാ രാജ്യങ്ങളും ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുകയും സൂക്ഷിച്ചു വയ്ക്കുകയും വേണം. എന്തിനാണ് ചില രാജ്യങ്ങൾ മാത്രം ന്യൂക്ലിയർ ബോംബ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്? ന്യൂക്ലിയർ ബോംബ് ഏത് രാജ്യത്തുണ്ടെങ്കിലും അത് അപകടകാരിയാണെന്ന് അറിയാവുന്നത് കൊണ്ടാണോ അത് മറ്റു രാജ്യങ്ങൾക്ക് നിഷേധിച്ചിരിക്കുന്നത്? ആ അപകടത്തിൻ്റെ ഭയവും പേറി മറ്റു രാജ്യങ്ങൾ എന്നെന്നും ജീവിച്ചു കൊള്ളണമെന്നാണോ ന്യൂക്ലിയർ പവർ രാജ്യങ്ങൾ ചിന്തിക്കുന്നത്? അങ്ങനെയായാൽ സ്വന്തം ജീവനും ജീവിതവും മഹത്തരമാണെന്നും തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അവയൊക്കെയെന്നും ധരിപ്പിക്കുകയല്ലേ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? മാനവികതയുടെ ഏകീകരണവും അതിൻ്റെ പുനരാവിഷ്കാരവും എത്രയും വേഗം നടത്തേണ്ടതുണ്ട് എന്ന ധാരണയിൽ എത്താൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. ചെറിയ രാജ്യങ്ങളെയും അതിലെ മനുഷ്യരെയും ഇക്കാലത്തും രണ്ടാം നിര രാജ്യങ്ങളായി കാണുന്ന ന്യൂക്ലിയർ പവർ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നു എന്ന സംശയത്താൽ മറ്റൊരു രാജ്യത്തെ ജനങ്ങളോട് യുദ്ധപ്രഖ്യാപനം നടത്തുകയും ആ രാജ്യത്തെ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കാതെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന പ്രക്രിയയെ എല്ലാ രാജ്യങ്ങളും UN അടിയന്തിരമായി അപലപിക്കേണ്ടതുണ്ട്. എങ്ങനെ എന്തെല്ലാം ബോംബുകൾ കൊണ്ടും മനുഷ്യൻ മരണപ്പെടുന്നുവോ ന്യൂക്ലിയർ ബോംബ് കൊണ്ടും അതേ മരണം തന്നെയാണ് സംഭവിക്കുന്നത്. എങ്കിൽ പിന്നെ ന്യൂക്ലിയർ ഇട്ട് നശിപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ. ഈ ന്യൂക്ലിയർ ഏതാനും ചില രാജ്യങ്ങൾ മാത്രം കൈവശം വയ്ക്കുന്നതിലെ സാങ്കത്യം ആർക്കും മനസ്സിലാകുന്നില്ല. അന്യരാജ്യങ്ങളെ അകാരണമായി ആക്രമിക്കാനും ജനങ്ങളെ കൊന്നൊടുക്കാനും രാഷ്ട്രത്തലവന്മാരെ ഹൈജാക്ക് ചെയ്യുവാനും രാഷ്ട്രത്തലവന്മാരെ കൊന്നൊടുക്കാനുമുള്ള കപ്പാസിറ്റി നിലനിർത്തുവാനുമാണോ ന്യൂക്ലിയർ വിവേചനം അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്? ന്യൂക്ലിയർ പവർ എന്നത് അധിനിവേശത്തിനുള്ള തുറുപ്പ് ഷീട്ടാണെങ്കിൽ എല്ലാ രാജ്യങ്ങളും ചേർന്ന് അക്രമാസക്തവും കിരാതവുമായ ഈ നിലപാടിനെ തച്ചുടയ്ക്കാനും എല്ലാവരും ന്യൂക്ലിയർ പവർ ആകുവാനും ത്വരിതഗതിയിൽ ശ്രമിക്കേണ്ടതുണ്ട്. എല്ലാ രാജ്യങ്ങളും ന്യൂക്ലിയർ ആയുധങ്ങൾ സൂക്ഷിച്ചാൽ എന്ത് സംഭവിക്കുമെന്നാണിവർ ആരോപിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒന്നും സംഭവിക്കില്ല. 10 പേരിരിക്കുന്ന തീന്മേശയിൽ എല്ലാവർക്കും എല്ലാ തരത്തിലുമുള്ള ആഹാരം വിളമ്പിയാൽ ആരും മറ്റൊരാളുടെ കൈയിട്ട് വാരുകയില്ല. ഇത് ആഹാരത്തിൻ്റെ കാര്യമല്ല, യഥാർത്ഥ മരണത്തിൻ്റെ കാര്യമാണ്. എല്ലാവരുടെയും കയ്യിൽ ആണവായുധമുണ്ടെങ്കിൽ ആരും ആരുടെ മേലും ഉപയോഗിക്കുന്നില്ല. കാരണം എല്ലാവരും മരിക്കും. തിരിച്ചും അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ അതിൻ്റെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയുമില്ല. അതുകൊണ്ട് രാജ്യങ്ങൾക്ക് ആണവ സ്വാതന്ത്ര്യം വേണം. അത് രാജ്യാന്തര ബാലൻസിങ്ങിന് അത്യന്താപേക്ഷിതമാണ് എന്ന് വ്യത്യസ്തൻ. നമസ്കാരം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കമൻ്റ് ഇടാനും മറക്കരുത്.